നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മീനിയസ് ഡിസീസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്താണ് ഞാൻ അതിനകത്ത് പറയുകയുണ്ടായി. വളരെ ചെറിയൊരു ശതമാനം പേഷ്യൻസിന് ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നേക്കും. അപ്പോൾ ഈ സർജിക്കൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്? നമുക്ക് 3 സർജറീസ് ആണ് ഇപ്പോൾ മീനിയസ് ഡിസീസിന് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അതിനകത്ത് ഒന്ന് എൻഡോലിംഫാറ്റിക് സാക്ക് ഡീകംപ്രഷൻ എന്ന് പറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഈ മീനിയസ് ഡിസീസിനുള്ള കാരണം ഈ എൻഡോലിംഫാറ്റിക് സാക്ക് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഡയലേറ്റ് ആകുന്നതാണ്. അപ്പം ഈ പേഷ്യൻസിൽ ഈ സാക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിടുകയാണ്, അതായത് ഡീകംപ്രസ് ചെയ്തിടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ എല്ലാ സർജിക്കൽ പ്രൊസീജിയേഴ്സിനും അതിൻ്റേതായ ബെനിഫിറ്റ്സും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഈ എൻഡോലിംഫാറ്റിക് സാക്ക് ഡീകംപ്രഷൻ എന്നുള്ളൊരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് യൂഷ്വലി ഹിയറിംഗ് ലെവൽസ് പ്രിസർവ് ചെയ്യുകയാണ്. അതായത് പേഷ്യൻറ്റിന് എന്താണ് ഹിയറിംഗ് ലെവൽ ഉള്ളത്, അത് ആ ലെവലിൽ തന്നെ നമുക്ക് ഒരുപക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയേക്കും. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മീനിയസ് ഡിസീസിൻ്റെ നാച്ചുറൽ ഒരു കോഴ്സിൽ അത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഹിയറിംഗ് ലെവൽസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹിയറിംഗ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഹിയറിംഗ് ലെവൽ ആ ലെവലിൽ തന്നെ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഹിയറിംഗ് ലെവലുള്ള പേഷ്യൻറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സിംറ്റംസ് പീരിയോഡിക്കായിട്ട് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെഡിസിൻസ് എടുത്തു, ട്രാൻസ്റ്റിംബാനിക് ഇഞ്ചെക്ഷൻസ് ട്രൈ ചെയ്തു, ഇതെല്ലാം വർക്ക് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒന്ന് എൻഡോലിംഫാറ്റിക് സാക്ക് ഡീകംപ്രഷൻ എന്ന സർജറി ഒരു ചോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ സർജറി വെസ്റ്റിബുലർ നെർവ് സെക്ഷൻ. വെസ്റ്റിബുലർ നെർവ് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്നർ ഇയറിനകത്തുണ്ടാകുന്ന ഡിസ്റ്റർബൻസുകൾ, അതായത് നമ്മുടെ ഓഡിറ്ററി നെർവിൻ്റെ ഒരു കമ്പോണൻ്റാണ് വെസ്റ്റിബുലർ നെർവ്. ആ വെസ്റ്റിബുലർ നെർവ് വഴിയാണ് ഇത് ബ്രെയിനിൽ സിഗ്നൽസ് എത്തുന്നത്. അപ്പോൾ വെസ്റ്റിബുലർ നെർവ് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ വെസ്റ്റിബുലർ നെർവ് മാത്രമായിട്ട്, അതായത് ഹിയറിംഗ് നെർവിൽ നിന്ന് അതിൻ്റെ 2 ബ്രാഞ്ചസ് ഉണ്ട്, വെസ്റ്റിബുലറും കോക്ലിയർ നെർവും ഉണ്ട്. അതിനകത്ത് ഈ വെസ്റ്റിബുലർ നെർവ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇന്നർ ഇയറിൽ നടക്കുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് സിഗ്നൽസ് ബ്രെയിനിലോട്ട് പോകുന്നില്ല. അപ്പം ഇത് ഫെയർലി വളരെ ഹൈ സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രൊസീജിയറാണ്. മോർ ദാൻ 90% സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രൊസീജിയറാണ്. എന്നാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഒരു പ്രൊസീജിയറാണ്. കാരണം ഈ നെർവ് സെക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രെയിനിനകത്ത് ആ സ്പേസിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പം ചെവി മാത്രമല്ല, ചെവിക്ക് പുറമെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നീ ചെവി കൂടെ നമുക്ക് ക്രേനിയൽ സ്പേസിലോട്ട് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഈ നെർവ്സ് ട്രാവൽ ചെയ്യുന്ന ആ സ്പേസിലോട്ട് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെവിയുടെ പുറകിൽ കൂടെ അപ്രോച്ചസ് ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു ന്യൂറോ സർജിക്കൽ അപ്രോച്ചാണ്. ഒരു ന്യൂറോ സർജറി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മോർബിഡിറ്റീസ്, അതായിട്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഈ സർജറിയിൽ ഒരുപക്ഷെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഹിയറിംഗ് ലെവൽസ് യൂഷ്വലി നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഔട്ട്കംസ് ഫെയർലി നല്ലതാണ്, മോർ ദാൻ 90% ആണ്. മൂന്നാമത്തെ സർജിക്കൽ പ്രൊസീജിയറാണ് ലാബ്രിൻതെക്ടമി. ലാബ്രിൻതെക്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്നർ ഇയറിനെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ ആ ചെവിയിൽ ഹിയറിംഗ് കാണില്ല. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, ഈ പറഞ്ഞ സിംറ്റംസ് കാര്യങ്ങളൊന്നും ആ ഒരു ചെവിയിൽ പിന്നെ ഉണ്ടാകുകയില്ല. ഇത് ഏകദേശം 100% റിസൾട്ട് തരുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. പക്ഷേ ഇത് നമുക്ക് എല്ലാ കേസിലും ചെയ്യാൻ പറ്റുകയില്ല. പേഷ്യൻറ്റിന് അബ്സല്യൂട്ട്ലി ഒരു ഹിയറിംഗ് ഇല്ലാത്തൊരു ചെവിയിൽ മാത്രമേ നമുക്ക് ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ, ഇതുപോലെ റാഡിക്കലായിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്, ഹിയറിംഗ് ലെവൽ ഓഫ് ദ പേഷ്യൻറ്റ്, ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് നമ്മൾ ഒരു സർജിക്കൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻഡോലിംഫാറ്റിക് സാക്ക് പ്രൊസീജിയർ ഫെയർലി ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. പക്ഷേ ലോങ് ടേം റിസൾട്ട്സ് ചിലപ്പോൾ സാറ്റിസ്ഫാക്ടറി ആയിരിക്കണമെന്നില്ല. വെസ്റ്റിബുലർ ന്യൂറെക്ടമി ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നെർവ് സെക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ, അതൊരു മേജർ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ലാബ്രിൻതെക്ടമി ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഹിയറിംഗ് ആ ചെവിയിൽ പിന്നെ കാണുകയില്ല. അപ്പം പിന്നെ ആ ചെവിയിൽ നമ്മൾ റീഹാബ്, ഈ പറഞ്ഞൊരു ഇംപ്ലാന്റോ കാര്യങ്ങളോ എന്തെങ്കിലും സൈമിൾട്ടേനിയസ്ലി വെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് മീനിയസ് ഡിസീസിനുള്ള സർജിക്കൽ ഓപ്ഷൻസ്. താങ്ക് യു സോ മച്ച്.